അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ജലശയന യോഗാഭ്യാസം കാഴ്ചവെച്ച് ശ്രദ്ധേയനാകുകയാണ് തൃശൂർ പൂങ്കുന്നം സ്വദേശിയും യോഗാചാര്യനുമായ PS അനന്തനാരായണൻ. യോഗയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അനന്തനാരായണൻ വർഷങ്ങളായി തുടർന്നു വരുന്ന ജലശയന യോഗാഭ്യാസ പ്രകടനം ഇത്തവണ കാഴ്ചവെച്ചത് തൃശൂർ പൂങ്കുന്നത്തെ ക്ഷേത്രക്കുളത്തിലാണ്. 3 പതിറ്റാണ്ടായി ജലശയന യോഗ അഭ്യസിച്ചു വരുന്ന PS അനന്തനാരായണൻ ഇത്തവണ പൂങ്കുന്നത്തെ സീതാരാമസ്വാമി ക്ഷേത്രക്കുളത്തിലാണ് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത്. മണിക്കൂറുകളോളം ജലാശയത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവ് വർഷങ്ങളോളം നീണ്ട യോഗാഭ്യാസങ്ങളിൽ നിന്നും ആർജിച്ചെടുത്തതാണ്. ഈ ജലയോഗ തുടങ്ങിയിട്ട് 30 വർഷത്തോളമായി. 30 വർഷമായിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. വളരെ നന്നായിട്ട് ചെയ്യും. പിന്നെ ആഹാര രീതി ഉണ്ടായൊരു പ്രത്യേകത, വളരെ മിതമായിട്ടുള്ള ആഹാരം കഴിക്കുക. അത് മില്ലറ്റ്സാണ് കഴിക്കുന്നത്, ചെറുധാന്യങ്ങൾ എന്ന് പറയും. ആ ചെറുധാന്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ധാരാളം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗ ഏതെങ്കിലും മതസ്ഥരുടെ മാത്രമല്ല, അത് ഭാരതീയരുടെയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും യോഗ അഭ്യസിക്കണമെന്നും അതിലൂടെ ആരോഗ്യം നിലനിർത്തണമെന്നും PS അനന്തനാരായണൻ പറയുന്നു. ഇന്ന് നമ്മുടെ യോഗാ ദിനമാണ്. ആ യോഗാ ദിനത്തിൽ നമുക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ, യോഗ അറിയാത്ത ആൾക്കാർ യോഗ പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്, ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്, ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് യോഗകൾ, ചെറിയ ചെറിയ യോഗകൾ, അത് വലുതായാലും വിരോധമില്ല, ചെറുതായാലും വിരോധമില്ല, നമ്മൾ നന്നായിട്ട് യോഗ ചെയ്യുക. യോഗയുടെ പ്രാധാന്യവും അനിവാര്യതയും തന്റെ അഭ്യാസ പ്രകടനങ്ങളിലൂടെ പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഈ യോഗാചാര്യൻ. അമൃത ന്യൂസ്, തൃശൂർ.